പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവ് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. ഒടുവിൽ റാംമോഹൻ തന്റെ മകളെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇനിയും ഇങ്ങനെ കാത്തിരുന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യണം. ആ ദേവബാല സൂത്രശാലി തന്നെയാണ് എന്നുള്ള കാര്യം നിനക്കും അറിയാമല്ലോ. അതെ അച്ഛാ, അവൾ ആകെ കൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിനെ. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി വളരെ ബുദ്ധിമുട്ടേറിയത് തന്നെയായിരിക്കും. അത് എനിക്കും മനസ്സിലായി. തന്ത്രശാലിയായ ആ കുറുക്കനെ ജയിക്കാൻ നീ അനുവദിക്കരുത് മോളെ. നീ പോകണം. അബിയെ കാണുന്നതിനായി നീ പോവുക തന്നെ വേണം. അച്ഛ, അത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയെങ്കിലും നീ അബിയെ ചെന്ന് കാണണം. അവളിപ്പോൾ അബിയെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ കുടുക്കിയിരിക്കുകയല്ലേ. അതുകൊണ്ട് നീ വേണം ഇനി അവനെ പോയി രക്ഷിക്കാൻ. ശരിയാച്ചാ, ശരിയാ. അബിയെ ഞാൻ ചെന്ന് കാണും. അബിയെ രക്ഷിക്കണം. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് പോലും എനിക്കറിയില്ല. ഒരുപക്ഷെ അവളുടെ ചതിയിൽപ്പെട്ട് നരകിക്കുകയാകാനും സാധ്യതയുണ്ട്. ഞാൻ പോയി കണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാമച്ചാ. അത് നല്ലൊരു കാര്യമാണ് മോളെ. നീ അവന്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യം അവൾ അറിയുക തന്നെ വേണം. മനസ്സിലായോ? ശരി എന്ന് പറഞ്ഞ് പോവുകയാണ് അബിയെ കാണുന്നതിനായി ഇപ്പോൾ ഇഷ. കാറിന്റെ ശബ്ദം കേട്ട് ആരാണ് വന്നത് എന്ന് നോക്കുന്നതിനായി ദേവബാല എത്തുമ്പോഴാണ് കാറിൽ നിന്ന് ഇഷ ഇറങ്ങുന്നത്. ഇത് കണ്ട് ദേവബാല ആകെ ഞെട്ടിപ്പോകുന്നു. ഇവൾ അബിയെ കണ്ടാൽ കാര്യങ്ങൾ പ്രശ്നമാകുമല്ലോ. എന്തു ചെയ്യും? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ദേവബാല. എന്താ ഇഷ, എന്ത് വേണം എന്ന് ചോദിക്കുന്നു. എനിക്കെന്റെ അബിയെ കാണണം. അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിന്റെ അബിയോ? അതെന്താ, നീ അബിയെ ഇവിടെ കൊണ്ടുവച്ചിട്ടാണോ പോയത്? നിന്റെ തമാശ കേൾക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല ദേവബാല. ഞാൻ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കാണുന്നതിനാണ്. നീ അതിന് തടസ്സം നിൽക്കാതെ മാറി നിൽക്ക്. ഞാനത് കണ്ടതിന് ശേഷം തിരികെ പൊക്കോളാം. ഇല്ല, നിനക്ക് അവനെ കാണാനുള്ള അവകാശമില്ല, സമ്മതവുമില്ല. തിരികെ പോകണം നീ. അങ്ങനെ തിരികെ പോകാനല്ലല്ലോ ഞാനിവിടേക്ക് വന്നത്. എനിക്ക് ഒന്ന് അബിയെ കാണണം. കാണാതെ തിരികെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെ തിരികെ പറഞ്ഞയക്കാൻ എനിക്കറിയാം. വെറുതെ ബലം പിടിക്കേണ്ട ദേവബാല. പ്രശ്നങ്ങൾ വഷളാകും. ഞാൻ SIയെ വിളിക്കും. അറിയാമല്ലോ അദ്ദേഹം വന്നാൽ. ഇതോടെ ദേവബാലയ്ക്ക് മറ്റു വഴികളില്ല എന്ന് മനസ്സിലാവുകയാണ്. മാറി നിക്കടി. അല്ല, അബി ഉറങ്ങുകയാ, മെഡിസിൻ കാരണം. അതുകൊണ്ട് നീ കാണണ്ട. ഒന്ന് പോടി. ഞാൻ കാണാത്ത അബിയൊന്നും ഇവിടെയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കയറുകയാണ് ഇപ്പോൾ ഇഷ. ഇത് കണ്ട് ദേവബാല ആകെ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന അവൾ അബിയോട്, അബി. ഇഷയെ കാണുന്നത് അബിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇതോടെ അബിയും ഇഷയെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം അവിടെ നിന്ന് കേൾക്കുന്ന ദേവബാലയ്ക്ക് വാശി കൂടുകയാണ്. നിനക്ക് സുഖമല്ലേ? നിന്റെ കാര്യങ്ങൾ അറിയുന്നതിനാണ് ഞാൻ വന്നത്. ഇഷ, നീ വന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം സുഖമല്ലേ അവിടെ? അതെ, നീയില്ല എന്നത് മാത്രമാണ് എൻ്റെ വിഷമം. ഇത് കേൾക്കുന്ന ദേവബാല എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.